Hi, good evening. Good evening, sir. Good evening. Thank you so much. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദി പാത്വേ ഓഫ് റോസസ് എന്ന പുസ്തകത്തിന്റെ 9ാമത്തെ ചാപ്റ്ററാണെന്ന് നമ്മൾ സംസാരിക്കുന്നത്. വെൻ ദ ലൈഫ് ഈസ് വർത്ത് ലീവിങ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. 9ാമത്തെ ചാപ്റ്റർ. ഇത് ഒരല്പം വലിയ ചാപ്റ്ററാണ്. വളരെ ആഴത്തിലുള്ള അറിവുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് 2-3 സെഷൻസ് ആയിട്ട് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം കുറച്ച് ഡീപ്പായിട്ടുള്ളത് തോന്നുന്നത് കൊണ്ടാണത്. എത്രത്തോളം നമുക്ക് പോകും അതുവരെ നമുക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെൻ ദ ലൈഫ് ഈസ് വർത്ത് ലീവിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മള് ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ ജീവിതം ഒന്ന് മുതലായി വരുന്നത് എന്നൊരർത്ഥം എന്ന് പറയാം. എപ്പോഴാണ് ജീവിക്കുമ്പോൾ ഒന്ന് മുതലായി വരുന്നത്? നമ്മൾ സാധാരണ ഒരു എന്തെങ്കിലും സാധനം പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഇത് ഈ പൈസക്ക് മുതലായി എന്ന് പറയുന്നത് പോലെയാണ് സത്യത്തില് ജീവിതം എപ്പോഴാണ് നമുക്ക് മുതലാവുന്നത്. അതാണ് ഈ സത്യത്തിൽ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത്. സാധാരണ ജീവിതം എന്ന് പറയുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എന്ത് ജീവിതമാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സ്വയം ചോദിച്ചേക്കാം. എന്താണിത്, എന്തിനിങ്ങനെ ജീവിക്കുന്നു, എന്തിനാണ് ഈ ജീവിതം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലരുടെയെങ്കിലും മനസ്സിലൂടെ ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ ഘട്ടത്തിൽ കടന്നു പോയിട്ടുണ്ടാകും. ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് സത്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പോയിന്റുകൾ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പോയിന്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് അല്പാൽപമായെങ്കിലും ചർച്ച ചെയ്ത് പോകാം. കുറച്ച് 1-2 സെഷൻസ് അധികമായിട്ട് വന്നാലും കുഴപ്പമില്ല. നമ്മളത് ചില പോയിന്റുകൾ, ആഴത്തിലുള്ള പോയിന്റുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി വേഗത്തിൽ പോയാൽ നമ്മുടെ ഒരു വിഷയത്തോടുള്ള ഒരു നീതി കേടോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നമ്മള് ഈ പോർഷൻസ് പെട്ടെന്ന് തീരണോ അതോ നമ്മൾ ആഴത്തിൽ സംസാരിച്ച് പോകുന്നതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, ഒന്നറിയാൻ വേണ്ടി. അത് പോർഷൻസ് നമ്മൾ എത്രയും വേഗം ചാപ്റ്റർ കഴിഞ്ഞു പോകട്ടെ എന്ന് കരുതുന്നോ അതോ നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്ത് പോകുന്നു, ഡീപ്പായിട്ട് ചർച്ച ചെയ്ത് പോകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? 1-2 സെഷൻസിൽ അധികമായി എടുത്താലും ശരി തന്നെ ഡീപ്പായി ചർച്ച ചെയ്ത് പോകുന്നതാണോ ആഴത്തിൽ വേണം? താങ്ക് യു സോ മച്ച്. അത് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് വന്ന് എത്രയോ ബിസിയായുള്ള ആളുകളായിരിക്കാം. കുട്ടികളുടെ പരീക്ഷകൾ നടക്കുന്ന സമയമാണ്, പിന്നെ നോമ്പ് കാലമാണ്, പിന്നെ മറ്റ് നല്ല ചൂടുള്ള സമയമാണ്. പല വിധത്തിലാണ് ഈ സമയം കണ്ടെത്തി നിങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു സമയത്തിന് അത്തരം അറിവുകളിലേക്ക് ആഴത്തിൽ എത്താൻ വേണ്ടിയാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിവത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ഡീപ്പായിട്ട് കാരണം നമ്മൾ ചില പോയിന്റുകൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പോയിന്റ് ആഴത്തിലേക്ക് പോയില്ലെന്ന് എനിക്ക് ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് ജീവിതം എങ്ങനെ ജീവിച്ചാൽ മുതലാകും, അതാണ് സത്യം. ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് മുതലാക്കിയെടുക്കണം. അപ്പോൾ അത് ഏത് രീതിയിലാകുമ്പോഴാണ് ജീവിതം ഒന്ന് മുതലായി വരുന്നത്? വർത്ത് ലീവിങ്, വെൻ ലൈഫ് ഈസ് വർത്ത് ലീവിങ്, അപ്പോഴാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അതിലുള്ള ചില പോയിന്റുകൾ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴായാലും ജീവിതം ഡീപ്പായിട്ടുള്ള പോയിന്റുകളായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിൽ അത് കറക്റ്റ് ചെയ്യാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. നമ്മൾ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയം 2 രീതിയുണ്ട്. അത് ഒരു ഹ്യൂമൻ ബീയിങ്ങും ആണ്, ഒരു സ്പിരിച്വൽ ബീയിങ്ങും ആണ് എന്നുള്ള അടിയുറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മൾ മനുഷ്യനാണ് ആവുമ്പോൾ തന്നെ നമ്മളൊരു ആത്മീയ ജീവിയും കൂടിയാണ്, ഒരു ആത്മീയതയും കൂടിയാണ്. നമ്മൾ സത്യത്തിൽ ആ ആത്മീയതയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ദുർബലപ്പെട്ടു പോകുന്നത്.
ആത്മീയതയെ എന്ന് പറയുന്ന ഒരു വാക്കിനെ തന്നെ നല്ല രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മുടെ ഒരു സമൂഹം ഉള്ളത്. സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കുറച്ചിൽ പോലെയാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്ത് അവന്റെ ഫോഴ്സ് ഒക്കെ ഉപയോഗിച്ച് അവന്റെ ശരീരത്തിന്റെ ആ ഒരു വാക്കുകളുടെ ഒക്കെ ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ഫോഴ്സ് ചെലുത്തി ഒക്കെ ജീവിക്കണം. മറ്റുള്ളവരെ പുഷ് ചെയ്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ഇവിടുന്ന് പിടിച്ചെടുത്ത് ജീവിക്കുന്നതാണ് സത്യത്തിൽ. അതാണ് ഹ്യൂമൻ ബീയിങ്. അതാണ് വേൾഡ്ലി മെത്തേഡ് എന്ന് പറയുന്നത്. ലോകത്തിന്റെ രീതി അതാണ്. അങ്ങനെ അല്ല സത്യത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ളത്. അത് ഓരോ തലമുറ കഴിയുന്തോറും അത് അങ്ങനെയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഹ്യൂമൻ റൈസ് അത് മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പൊ നമ്മളും ആ ഒരു ഘട്ടത്തിലേക്കാണ്. നമ്മൾ ഒരല്പം താമസിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നമ്മുടെ സത്യത്തിൽ പൂർവികരിൽ വളരെ ഉയർന്ന ലെവലിലുള്ള ആളുകളൊക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ നമ്മളിലേക്ക് അവരുടെ എന്താ പറയുക ടീച്ചിങ്സിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ താഴെത്തട്ടിലുള്ള ആളുകളിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഫോഴ്സ് ചെലുത്തി മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്പിരിച്വൽ ബീയിങ് ആയി നല്ല രീതിയിൽ സ്പിരിച്വലായി ആത്മീയമായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഈ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഒരു മനുഷ്യ ജീവിതം അല്ല. മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് ജീവിക്കുമ്പോഴാണ് മനുഷ്യന് യഥാർത്ഥ നല്ല ജീവിതം കിട്ടുന്നത്. അപ്പൊ ആ പവർ പുറത്തു വരുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൂടി ഈ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ സ്പിരിച്വൽ ആയിട്ട് തന്നെ ജീവിക്കണമെന്ന്. സ്പിരിച്വൽ ആയിട്ട് ജീവിക്കാൻ പഠിക്കണം മനുഷ്യൻ. നമുക്ക് നമ്മുടെ റിലീജിയൻസ്, മതപരമായ വിശ്വാസങ്ങളുള്ളവരൊക്കെ സത്യത്തിൽ ആ സ്പിരിച്വലായി ജീവിക്കാനുള്ള കുറേ ഗൈഡൻസ് റിലീജിയൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ തക്കവേ നമ്മൾ കഴിയണം. അതാണ് അതിനകത്ത് വരുന്നത്. അതാണ് നമ്മൾ മതഗ്രന്ഥങ്ങളൊക്കെ സ്പിരിച്വലായിട്ട് ജീവിക്കാനുള്ള ഗൈഡൻസ് ആണ് അത് കൊടുക്കുന്നത്. അപ്പോ പക്ഷെ അത് ആ രീതിയിൽ വേണം മനസ്സിലാക്കിയെടുക്കാൻ. അതിനകത്ത് നന്മകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരവരുടെ മതഗ്രന്ഥങ്ങളെടുത്ത് ഒന്ന് ആഴത്തിൽ അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ വാചകങ്ങൾ, അതിന്റെ വചനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ആഴത്തിൽ മനസ്സിലാക്കി ഈ പറയുന്ന പോയിന്റുകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് ഓരോ വാചകങ്ങളുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എല്ലാ റിലീജിയസ് വേദഗ്രന്ഥങ്ങളും മനുഷ്യനെ നിങ്ങൾ ഹ്യൂമൻസ് മാത്രമല്ല സ്പിരിച്വലാണ്, നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആകൂ, നിങ്ങൾ സ്പിരിച്വൽ ആയിക്കൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കൂ, ജീവിതം നന്നായിട്ട് ജീവിക്കൂ, സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കൂ, സ്നേഹത്തോടുകൂടി ജീവിക്കൂ, അതിലൂടെ നിങ്ങളുടെ യഥാർത്ഥ പവർ നിങ്ങൾ പുറത്തെടുക്കൂ എന്നൊക്കെയുള്ള നിരന്തരമായ ഉദ്ബോധനങ്ങളാണ് സത്യത്തിൽ ഓരോ വേദഗ്രന്ഥങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു എന്താ പറയുക വരികളിലൂടെ വായിച്ച ആഴത്തിലുള്ള വചനങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഒരു ഈ പാഠങ്ങളും ആ പോയിന്റുകൾ തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ സ്പിരിച്വലായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോയിന്റാണ്. മനുഷ്യൻ രണ്ട് രീതിയിൽ ജീവിക്കണമെന്നാണ്. രണ്ട് രീതിയും കൂടെ കവർ ചെയ്തു. ഒന്ന്, ഈ പ്രപഞ്ചത്തോട് നീതിബോധത്തോടു കൂടി നീതിയുക്തമായി ജീവിക്കണം എന്നുള്ളതും, രണ്ടാമത് സ്വയം താങ്ക് യു സോ മച്ച് നമ്മൾ സ്വയം നമ്മുടെ നീതിയുക്തമായി ജീവിക്കണം എന്നുള്ളത്. അതായത് സ്വയം നീതി, അതായത് നമ്മളിപ്പം എല്ലാം ഈ ലോകത്തിനും അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്താ പറയുക ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പൂജിച്ച് മാത്രം ജീവിക്കുകയും എന്നിട്ട് ചുറ്റുള്ള കുടുംബത്തിന്റെയും മറ്റു സമൂഹത്തിന്റെയും മാത്രം കാര്യങ്ങൾ നോക്കി അവരോട് നീതി പുലർത്തി ജീവിക്കുക മാത്രമല്ല, സ്വയം നീതി പുലർത്തുന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ പരിപൂർണമായ ഒരു സ്പിരിച്വൽ ബീയിങ് ആയി മാറുള്ളൂ. ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശക്തി അവന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത്. അതിന്റെ തുടർച്ചയെന്നോണം ഒരു പോയിന്റും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്പിരിച്വലി നമ്മൾ ഉയരുന്നതിന് നമ്മുടെ ശരീരത്തെയും കൂടി നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ഒരു സുപ്രധാനമായ പങ്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സും ചിന്തകളും മാത്രമല്ല,
സ്പിരിച്വാലിറ്റിക്ക് ഉപയോഗിക്കാനുള്ളത്. ശരീരത്തെയും കൂടെ കെയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മീയമാകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ശരീരം എന്നത് നമ്മുടെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്, ഒരു ആലയം, ടെമ്പിളാണ്, ഒരു ക്ഷേത്രമാണ്, ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. ഒരു ഒരു ആത്മാവിന് ആത്മാവ് ജീവിക്കുന്ന ഒരു ക്ഷേത്രമാണ്, ആത്മാവ് കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് ഒരു ആത്മാവ് ദൈവതുല്യമാണ്, നമ്മൾ ഡിവൈൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഡിവൈൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ശക്തിയുടെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. അപ്പൊ ആത്മാവിന് കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം ആണ്, ടെമ്പിളാണ് നമ്മുടെ ശരീരം. ഓരോരുത്തരുടെയും ശരീരത്തിൽ പരിപാവനമാണ്. ഓരോരുത്തരുടെയും ശരീരം അത്രത്തോളം പരിപാവനമാണ്. ഓരോരുത്തരുടെയും ശരീരം പരിപാവനമായിട്ട് തന്നെ ഒരു ക്ഷേത്രത്തോട്, ഒരു ആരാധനാലയത്തോടുള്ള പരിപാവന തന്നെ ഒരാളുടെ അവരവരുടെ ശരീരത്തിനുണ്ട്. അപ്പൊ ആ ഒരു കെയറിങ് നമ്മൾ കൊടുക്കണം. അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ, അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു കെയറിങ് കൂടി നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് സത്യത്തിൽ നല്ലൊരു സ്പിരിച്വൽ ബീയിങ് കൂടി മനുഷ്യനാകുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ എന്താ പറയുക, നമ്മൾ ശരീരത്തെ നോക്കില്ല, അതിനെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിച്ച്, അല്ലെങ്കിൽ അതിനെ ഒട്ടും കെയർ ചെയ്യാതെ, അതിനെ അല്പം എന്താ പറയുക ഒരുക്കാതെ, അതിനാവശ്യമുള്ള അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ട സംരക്ഷണം നൽകാതെ അതിന് അങ്ങനെ ജീവിക്കുമ്പോഴും സത്യത്തിൽ അത് നമ്മൾ പരിപൂർണമായിട്ട് നമ്മുടെ ശരീരത്തിന് കേട് ആവുന്ന ഹാബിറ്റുകളെയൊക്കെ നമ്മൾ വിട്ടുകളയണം. ശരീരത്തിന് കേട് ആവുന്ന ഹാബിറ്റുകളെയൊക്കെ വിട്ടുകളയുമ്പോൾ കൂടിയാണ് നമുക്ക് സത്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ആത്മീയ ലൈഫിലേക്ക് നമ്മൾ എത്തുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം കണ്ടെത്തിക്കോളൂ. സ്വന്തം ശരീരത്തിന് കേടാവുന്ന രീതിയിലുള്ള ഹാബിറ്റുകൾ എന്തൊക്കെയാണ്, ആരോഗ്യത്തിന് വേണ്ടി ശ്രമിക്കാനുള്ള വേണ്ട എക്സർസൈസുകൾ, അതെല്ലാം കൊടുത്തുകൊണ്ട് അതിന് ടേക്ക് കെയർ ചെയ്ത്, അത് മാത്രമല്ല അതിനെ വൃത്തിയായി സൂക്ഷിച്ച്, അതിനെ ഏറ്റവും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് സൂക്ഷിച്ച് പരിപാലനത്തോടുകൂടി കീപ്പ് ചെയ്യുകയും കൂടി വേണം. ആ ഒരു ടേക്ക് കെയർ ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ബോധതലം ഉയരും. നമ്മളെല്ലാം ആ കോൺഷ്യസ്നെസിന്റെ ലെവൽ ഉയരും. സ്പിരിച്വലി ഫോളോ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉടനീളം സ്പിരിച്വൽ ആകുക എന്നുള്ള വാക്കാണ് ഉപയോഗം. പക്ഷെ നമുക്ക് അത് നമ്മുടെ ബോധതലത്തിലേക്ക് മാറ്റാം. കോൺഷ്യസ്നെസ്, നമ്മുടെ ഒരു ഉയർന്ന ബോധതലമുള്ള ആളുകളായി മാറും. നമ്മുടെ സത്യത്തിൽ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വൈബ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ശരീരത്തെ നമ്മൾ ആരോഗ്യത്തോടെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വൈബ് വരും. നമ്മുടെ മനസ്സിനെ നമ്മൾ ആരോഗ്യത്തോടെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വൈബ് വരും. അതാണ് സ്പിരിച്വൽ ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ സ്പിരിച്വൽ ആകുന്നത് നന്നായിട്ട് ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിന് കേടാവുന്ന ഹാബിറ്റുകളിലേക്ക് നമ്മുടെ വൈബ് താഴുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും. അത് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ തോന്നില്ല, പക്ഷെ ഉപബോധ മനസ്സിൽ ആ ഫീലിംഗ് ഉണ്ടാവും. അയ്യോ, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, എൻ്റെ ശരീരത്തിനോട് ദ്രോഹമാണ് ചെയ്യുന്നത്. അത് ആ ഒരു ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് ചിന്ത വൈബിനെ താഴ്ത്തും, അത് കോൺഷ്യസ്നെസ്സിനെ താഴ്ത്തും, ബോധതലത്തെ താഴ്ത്തും. മനുഷ്യന്റെ ബോധം കൊണ്ട് ഉയരുമ്പോഴാണ്, ബോധതലം എന്ന് പറഞ്ഞാൽ അതറിയാം, ഞാൻ അത് കൂടുതൽ നമ്മൾ സംസാരിക്കും. ബോധതലം ഉയരുമ്പോഴാണ് മനുഷ്യന്റെ പവർ വരുന്നത്. ബോധതലം ഉയരുമ്പോൾ മനുഷ്യന്റെ ബോധതലം എന്ന് പറഞ്ഞാൽ ഡിവൈൻ പവർ, സോഴ്സ് എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ശ്രദ്ധിച്ചോളൂ ഈ പോയിന്റ്. നിങ്ങൾ ദൈവശക്തി, ഇപ്പൊ ദൈവത്തിലാണ് വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ബോധതലം, ഞാനത് വീഡിയോസിലൊക്കെ ഒരു ഷട്ടറിനോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് മാസ്റ്റർ പീസ് സിസ്റ്റത്തിലൊക്കെ അത് മനസ്സിലാകാൻ വേണ്ടി ഒരു ഷട്ടർ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന പോലെയാണ്. അതായത് നമ്മൾ ഡിവൈനുമായിട്ട് അടുക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കൂടുതൽ വരുമ്പോൾ ആ ഒരു എനർജി വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ വൈബ് ഉയർന്നുകൊണ്ട് ആ വൈബിന്റെ ഒരു ഉയർച്ചയുടെ ഫലമായിട്ട് എന്താണ്, നമുക്ക് നമ്മുടെ ബോധതലം ഉയരും. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഓർഗൻ, നമ്മുടെ സെൻസസിന്റെ ഒക്കെ പവർ വർദ്ധിക്കും.
നമ്മുടെ കാഴ്ചകൾ മാറും, നമ്മുടെ അവയർനെസ് ലെവൽ വർദ്ധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ബോധതലം ഉയരും, നമ്മുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തത്, ഈ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ജീവിതത്തെ ആഴത്തിൽ അറിഞ്ഞും അനുഭവിച്ചും ജീവിക്കണം. ബോധതലം ഉയരാനുള്ള സിമ്പിൾ ടെക്നിക്കാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ, നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ബോധതലം ഉയരും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സംരക്ഷിച്ച് നല്ല ചിന്തകളും ഫീലിങ്സും മനസ്സിൽ കൊണ്ടുവരുമ്പോൾ ബോധതലം ഉയരും. അവിടെയാണ് താങ്ക് യുവിന്റെ പ്രാക്ടീസ് ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. താങ്ക് യുവിന്റെ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല ഹീലായി അത് ബോധതലം ഉയരും. ബോധതലം ഉയരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ലൈഫിനകത്ത് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചിന്താരീതി മുഴുവൻ മാറും. അതുവരെ ഉണ്ടായിരുന്ന പല സംശയങ്ങൾക്കും ഉത്തരങ്ങളും ആൻസറുകൾ കിട്ടും ലൈഫിനകത്ത്. ഇത് തുടക്കം മാത്രമാണിത്. നീ എത്രമാത്രം ഉയരാൻ കിടക്കുന്നു. അപ്പൊ നമ്മൾ ബോധതലം ഉയരുവാൻ വേണ്ടി രണ്ടാമത് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ജീവിതത്തെ അറിഞ്ഞ് അനുഭവിച്ചും ജീവിക്കണം. അപ്പോഴാണ് സത്യത്തിൽ ഇതൊരു വർത്ത് ലിവിങ് ആണ്. ജീവിതം നമ്മുടെ മുതലാവുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ടൂർ പോവുകയാണ്. 1-2 ദിവസത്തെ ടൂർ, നമുക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ടൂർ പ്ലാൻ ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര പോകുന്ന വഴിക്ക്, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തൊന്നുമല്ല പോകുന്ന, വേറെ ഏതെങ്കിലും വാഹനത്തിലാണെന്ന് കരുതുക. നമ്മൾ ഈ യാത്ര പോകുന്ന വഴിയിൽ നമ്മൾ മൊബൈലിലോ മറ്റോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായിട്ട് ചാറ്റ് ചെയ്തും മാത്രമാണ് പോകുന്നത്. ഇപ്പം പോകുന്ന വഴി ഫുള്ള് നമ്മൾ അല്പവും ശ്രദ്ധിക്കുന്നില്ല. യാത്രയിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഫുൾ ടൈം മൊബൈലിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നു. അവിടെ ചെന്നാലും നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ ചെന്നാലും അവിടെ ഇറങ്ങിയിട്ടും അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും അനുഭവിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അവിടെയൊന്നുമല്ല. നമ്മുടെ മൈൻഡിനകത്ത് മൊബൈലിലുള്ള പലവരുമായിട്ടുള്ള ചാറ്റിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളോ യൂട്യൂബിലെ ചില ചാനലുകളിലെ ചില വീഡിയോസോ അതൊക്കെ കണ്ട് ഇങ്ങനെ ഒരു അബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് അവിടെ ഇങ്ങനെ ആ ഒരു ഡെസ്റ്റിനേഷനിലൂടെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഇങ്ങനെ 1-2 ദിവസം അവിടെ അല്ലെങ്കിൽ ഒരു റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂമിനകത്ത് ഇരുന്നിട്ട് നല്ലൊരു ശതമാനം റൂമിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്ത് അവിടെ കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ ടൂറിന് പോവുകയാണ്, എന്നിട്ട് റൂമിൽ കിടന്നുറങ്ങും. ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി, അതായത് ഒരു പേരിന് വേണ്ടി മാത്രം പുറത്തിറങ്ങുകയും തിരിച്ചു വരികയും ചെയ്താൽ അതൊരു വർത്താവും. അത് വീട്ടിൽ ഇരിക്കുന്നതും ആ യാത്രയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ, ഒട്ടും അർത്ഥമില്ലാത്ത രീതിയിലാണ് ആ യാത്ര നടത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ജീവിതവും. ഈ ജീവിതത്തില് സുഖമായാലും ദുഃഖമായാലും വിഷമമുള്ള കാര്യമാണ്, എന്തായാലും ശരി തന്നെ, നല്ല സന്തോഷമുള്ള കാര്യമാണെങ്കിലും അത് കണ്ടറിഞ്ഞ് അടുത്ത് നിന്ന് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തില് അതൊരു പവർഫുള്ളായിട്ട് അനുഭവിച്ചറിഞ്ഞുള്ള ഒരു ജീവിതമാകുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കുക, അതിനാണ് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ മൈൻഡ്ഫുൾനെസ്സോട് കൂടി നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ വൈബ് ഉയരുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മൈൻഡ്ഫുള്ളായി ജീവിച്ച് അതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും കൂടുതൽ ഇൻവോൾവ് ആയി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ താല്പര്യത്തോടു കൂടി എക്സ്പീരിയൻസ് ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടി ബെറ്ററായി നാളെ ജീവിക്കാൻ, ഒരല്പമായി ഇംപ്രൂവ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ സ്പിരിച്വൽ ആവുകയാണ്. ഒരു മനുഷ്യൻ എന്നുള്ള രീതി. ഈ സ്പിരിച്വൽ ആകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കോൺഷ്യസ്നെസ് ഉയരുകയാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ ജീവിതത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ബെസ്റ്റ് വെർഷൻസിനെ നമ്മൾ ഇന്നത്തെ പോലത്തെ അല്ല ഞാൻ നാളെ, കുറച്ചുകൂടി ബെറ്റർ, 1%, ഒരു 0.5%, ഒരു ശതമാനത്തിന്റെ ചെറിയൊരു അംശം എങ്കിലും
ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവും, കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ്, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാനൊന്ന് ഇമ്പ്രൂവ് ആവും അല്പാൽപമായിട്ട്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറാവുമ്പോൾ അതാണ് സത്യത്തിൽ നമ്മൾ ഈ ഒരു ജീവിതം നമുക്ക് തരുമ്പോൾ ഈ മഹാപ്രപഞ്ചം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവന്റെ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ കഴിവുകൾ പുറത്തെടുത്ത് ഇമ്പ്രൂവായി, നല്ല രീതിയിൽ ഇമ്പ്രൂവായി ഈ ജീവിതം നന്നായിട്ട് അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ അതിനനുസരിച്ച് അവന്റെ സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ബെസ്റ്റ് വെർഷൻസായി ജീവിക്കാനും തയ്യാറാകുമ്പോഴാണ് വലിയൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു ആരാധനയാണ് ഒരു കർമ്മം. ആ ഒരു കർമ്മം സത്യത്തിൽ ഒരു ആരാധനയും കൂടിയാണ്. അത് നമ്മുടെ വൈബിനെ ഉയർത്തും, കോൺഷ്യസ്നെസ്സിനെ ഉയർത്തും. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒന്ന്, ജീവിതത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുക; രണ്ടാമത്, ഓരോ പ്രാവശ്യവും അവരവരുടെ ഓരോ ദിവസവും ബെസ്റ്റ് വെർഷൻസ് ആയിട്ട് വരാൻ വേണ്ടി കഴിവത് ശ്രമിക്കുക; മൂന്നാമത്, സ്വഭാവത്തിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, നല്ല മനുഷ്യർ, കൂടുതൽ കൂടുതൽ നല്ല വെർഷൻസ്, നല്ല മനുഷ്യർ, ഓരോ സ്വഭാവം, ഓരോ പരിശുദ്ധമായ ഒരു സ്വഭാവം. അതെപ്പോഴും പറഞ്ഞു, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ, ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ളത് തന്നെ ഈ മഹാശക്തിയുടെ അംശമാണ്. അപ്പോൾ ആ ഒരു ശക്തിയുടെ അംശം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായ സ്നേഹമാണ്. ആ ഒരു അംശത്തിനെ നമ്മൾ അല്പാൽപമായി പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് സ്വഭാവത്തിന്റെ പരിശുദ്ധതയിലൂടെയാണ്, സ്വഭാവത്തിന്റെ ഇമ്പ്രൂവ്മെന്റിലൂടെ, പരിശുദ്ധിയിലൂടെയും ആണ് പ്യൂരിഫിക്കേഷനിലൂടെയാണ് ഒരു മനുഷ്യന്റെ അവന്റെ മനസ്സിനകത്ത് ഒരുപാട്, അവന്റെ മനസ്സ് പുറമേയുള്ള മനസ്സിൽ കുറേ നെഗറ്റിവിറ്റിയൊക്കെ കാണും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച്, ആ ദൗർബല്യങ്ങളെയൊക്കെ അതിജീവിച്ച് ഒരു മനുഷ്യൻ അവന്റെ സ്വഭാവത്തെ ശുദ്ധമാക്കി കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ഉള്ളിലുള്ള ശക്തി ആ ഒരു സോഴ്സ് എനർജിയുമായിട്ട് എങ്ങനെ പറയണം, ചേർന്ന് നിൽക്കും, അല്ലെ? ചേർന്ന് നിൽക്കും. ഉള്ളിലുള്ള ശക്തി സോഴ്സ് എനർജി, അതായത് സോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു മഹാപ്രപഞ്ചത്തിന്റെ ആ ഒരു ഒറിജിനൽ വലിയ ഒരു ഡിവൈൻ പവറിന്റെ ശക്തിയുമായിട്ട് കണക്ട് ആവുകയും അത് വൈബിനെ വർദ്ധിപ്പിച്ചു തരികയും ബോധതലത്തെ ഉയർത്തുകയും, ഇതിങ്ങനെ ക്രമേണ ബോധതലം ഉയർന്നു വരും. ക്രമേണ ബോധതലം ഉയർന്നു വരും. ബോധതലം ഉയരുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. ബോധതലം ഉയരുന്നതിലൂടെ ജീവിതത്തിന് ഗൈഡൻസും ഫുൾഫിൽമെന്റും ലഭിക്കും. ഇതിനകത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വൺസ് നിങ്ങൾ തീരുമാനിക്കുകയാണ്, എനിക്ക് നല്ല മികച്ച, ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഒരു തീരുമാനം, അടിയുറച്ച തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എത്ര പേര് ഓർക്കുന്നു? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറും. നമ്മൾ ആ ഒരു ഈ ഒരു യൂണിവേഴ്സൽ പവർ, അതായത് പറഞ്ഞാൽ പലർക്കും ഈ സംഭവം ഒന്നും മനസ്സിലാവാതെ അവരതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാണ്. കാരണം നമ്മൾ പറയണം, ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, ഞാനതിൽ വിശ്വസിക്കുന്നു, ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അത് നമ്മളെ കൈപിടിക്കും. അപ്പോൾ തന്നെ ആ ഒരു കൈപിടിച്ചോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടും ലൈഫിനകത്ത്. നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ. പിന്നെ ഒന്നിനെയും പിന്നെ ഭയക്കേണ്ടി വരില്ല. മനുഷ്യന് ഒരു തരത്തിലുള്ള ജീവിത ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ ആ വ്യക്തികൾ സംരക്ഷിക്കപ്പെടും. യഥാർത്ഥ രീതിയിൽ എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെടും, പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക മാത്രമല്ല എന്നാണ് ക്രിസ്റ്റ്യൻ ഡി ലാർസൺ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. പ്രൊട്ടക്ട് ചെയ്യപ്പെടുക മാത്രമല്ല, അത് കൃത്യമായ ഗൈഡൻസ് ലഭിക്കുമെന്നുള്ളതാണ്. കൃത്യമായ ഗൈഡൻസ് നമുക്ക് അതൊരു ആ ഒരു അവയർനെസ് ലെവൽ വർദ്ധിക്കും. അതാണ് പ്രധാനം. ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ അല്ല നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ ഒരു ബോധതലം ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും കുറച്ചൊക്കെ കിട്ടും. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയവരും ഉണ്ടാവും, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി കാണും. എന്നാലും
നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ഈ ഒരു പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള താങ്ക് യുവിന്റെ പ്രാക്ടീസ് ആയാലും ശരി തന്നെ, കോഴ്സുകളിലൂടെ നൽകിയിട്ടുള്ള പ്രാക്ടീസുകളായാലും ശരി തന്നെ, നമ്മൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഇമ്പ്രൂവ്മെന്റ്, നിങ്ങളുടെ ചിന്തകളിലുള്ള ഇമ്പ്രൂവ്മെന്റ്, ഒരു മുന്നോട്ടുള്ള കാഴ്ചകൾ, ലൈഫിനകത്തുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടല്ലോ. ഇതാണ് ഒരു അവയർനെസ്. ഇതൊരു അവയർനെസ് എന്ന് പറയുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഇത് എനിക്കൊരു ഉദാഹരണമായിട്ട് തോന്നിയത്, നമ്മൾ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നു കരുതുക. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താണ്, ആ കാറിന്റെ ഷീൽഡിൽ, വിൻഡ് ഷീൽഡിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുകൊണ്ട് ഫ്രണ്ടിലെടുത്ത റോഡും അതിനകത്തോട്ട്, അതിന് മുമ്പിലുള്ള കുറച്ച് വിഷൻ മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. അതേസമയം നമ്മൾ ഒരു ഹെലികോപ്റ്ററിലാണ് പോകുന്നതെങ്കിലും, ഒരു ഹെലികോപ്റ്ററിലൂടെ പോകുന്ന ഒരാൾക്ക് എങ്ങനെയായിരിക്കും ആ ഒരു ഏരിയ മുഴുവൻ, അതായത് ഫ്രണ്ടിലോട്ടുള്ള വലിയൊരു ഏരിയ കാണാൻ കഴിയില്ലേ? ഞാൻ ഒരു മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ ഒരു താഴ്ന്ന ബോധതലത്തിലും അവയർനെസ് ലെവലിലും നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും, എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയും പേടിയും എന്ന് പറഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ എന്നൊക്കെയുള്ള തോന്നലുകൾ എല്ലാം ഉണ്ടാകും. അതേസമയം നമ്മളെ ഈ ഒരു കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറയുക, അവയർനെസ് ലെവല് നമ്മൾ ഉയർന്നു കഴിയുമ്പോൾ, ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹെലികോപ്റ്ററിലൂടെ യാത്ര ചെയ്യുന്നവർ, ഒരു കാർ യാത്രക്കാരനും വലിയ ഹെലികോപ്റ്റർ യാത്രക്കാരനും നമ്മുടെ വ്യത്യാസമാണ്. ഒരു കാർ യാത്രകളിൽ സാധാരണ ഒരു ബസ്സിലോ കാറിലോ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ കാഴ്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ഒരു ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്ന ആളിനോ ആ ഒരു ഏരിയയിൽ നല്ലൊരു ഏരിയ അയാൾക്ക് കാണാൻ കഴിയും മുകളിൽ നിന്നും. ഒരു വലിയൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്കോ, ഏറ്റവും മുകളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആൾ, ഒരു റോക്കറ്റിൽ നിന്ന് യാത്ര ചെയ്തപ്പോ പറഞ്ഞില്ലേ, സ്പേസ് ഷട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളോ, അവർക്ക് ഇപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഭൂമിയും മറ്റു പല ഗ്രഹങ്ങളും ഈസിയായിട്ട് കാണാൻ കഴിയുന്നത് പോലെയാണ് സത്യത്തില് നമ്മുടെ ബോധതലം ഉയരുമ്പോൾ നമുക്ക് ജീവിതത്തെ നോക്കിക്കാണാൻ കഴിയുന്നത്. ഈ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇമ്പ്രൂവായി വരും. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡുകൾ സൂക്ഷ്മമായിട്ട് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു മെത്തേഡുകൾ, ഈ ഒരു സ്പിരിച്വാലിറ്റിയുടെ മെത്തേഡ് കൃത്യമായിട്ട് മുറുകെ പിടിച്ച് പോകുന്ന ഒരാൾക്ക് ക്രമേണ ഇപ്പോ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അവസ്ഥകളിലേക്ക് ക്രമേണ വന്നുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടി ഈ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്നെ വലിയ രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞ ഒരു പോയിന്റാണ് അത്. അതായത് നമ്മളൊരു ഉയർന്ന ബോധതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉയർന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ട് നമ്മളൊരു പാർട്ടിക്കുലർ ലെവൽ, ഇപ്പൊ നിങ്ങൾക്കെല്ലാം നമ്മൾക്കെല്ലാം ഇപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക്. കുറച്ചുകൂടി അതായത് നിങ്ങളിപ്പം ഒരല്പം ഒന്ന് ഇമ്പ്രൂവായി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളൊക്കെ ഈ യൂണിവേഴ്സിന്റെ ആഗ്രഹങ്ങളായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹങ്ങളായിരിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈൻ്റെ ആഗ്രഹം അല്ലാതെ നമുക്ക് മനസ്സിലേക്ക് പിന്നെ ഒരു ആഗ്രഹം വരില്ല. നോ ഫാൾസ് ഡിസയർ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തെറ്റായ ആഗ്രഹമോ തെറ്റായ ഒരു ശൈലിയോ ഒന്നും നമുക്ക്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്വപ്നമോ ഒന്നും നമുക്ക് ഉണ്ടാകില്ല. നമുക്ക് ഏത് ഒരു ആഗ്രഹം ഉണ്ടാകില്ല. ഇപ്പൊ നിങ്ങൾ ഉയർന്ന ജോലി നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് സത്യത്തിൽ ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങളത് നേടിക്കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ യൂണിവേഴ്സിന്റെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ആഗ്രഹം വരുന്നത്. നിങ്ങളുടെ നിലവിലുള്ള ഏത് വിഷയം പരിഹരിക്കാൻ, ഇപ്പൊ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് അത് പരിഹരിക്കണമെന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതും
യൂണിവേഴ്സിന്റെ ആഗ്രഹമാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ യഥാർത്ഥ ഒരു സ്പിരിച്വൽ പേഴ്സണായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആഗ്രഹവും ഒരു ഫാൾസ് ഡിസയർ അല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് എനിക്കും ബോധ്യപ്പെട്ടുള്ളത്. അത് തന്നെയാണ് സത്യം. എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. അതാണ് എനിക്ക് കണ്ണ് നിറഞ്ഞത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാം ശരിയായി, നമ്മൾ എടുക്കുന്ന തീരുമാനം മുഴുവൻ ശരിയായി. കാരണം പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഈ ഈ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ശക്തിയുടെ ആഗ്രഹം നമ്മളിലൂടെ വരികയാണ്. അപ്പൊ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് നടത്തി തരികയും ചെയ്യും. ക്ഷമയോടുകൂടി നമ്മൾ ഒന്ന് അല്പം ക്ഷമ കാണിച്ച് വിശ്വാസം കാണിച്ചാൽ അത് ആ ഒരു ആഗ്രഹം അതൊരു ഫാൾസ് ഡിസയർ അല്ല. അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഒരു ഫാൾസ് ഡിസയർ അല്ല. ഒരു ഫാൾസ് ഡിസയർ തെറ്റായ ആഗ്രഹം അത് അല്ല എന്നുള്ളത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് നെഗറ്റീവ് ആക്കുക തന്നെ എഴുതും. ഫാൾസ് ഡിസയർ അല്ല എന്ന് തന്നെ എഴുതാം. രണ്ട് നെഗറ്റീവ് ചേരുമ്പോൾ അവർ പോസിറ്റീവാണ്. അതൊരു തെറ്റായ ആഗ്രഹം അല്ല നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, ശരിയായ ആഗ്രഹമായിരിക്കും എപ്പോഴും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളിൽ നിങ്ങളുടെ മനസ്സിലൂടെ അത് കടത്തിവിടുകയുള്ളൂ. ആ ഒരു ആഗ്രഹം ഹോൾഡ് ചെയ്താൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് തരികയും ചെയ്യും. എല്ലാ ആഗ്രഹവും കറക്റ്റ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആ പോയിന്റ്? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയണം. ഇതാണ് സത്യം. വിശ്വസിക്കാൻ കഴിയണം. കാരണം ഇതാണ് സത്യം. കാരണം നമ്മളെ കഷ്ടപ്പെടുത്താൻ നിങ്ങൾ വിചാരിച്ചുകളെ എന്നെ ഈ ദൈവം എന്നെ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കാണണമെന്നാണ് അത് ആഗ്രഹിക്കുന്നത്. കാരണം അതിന്റെ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. നമ്മൾ കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ ലോവർ കോൺഷ്യസ്നെസ്സിന് നിൽക്കുമ്പോൾ അതിന് പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ചിന്തകളെല്ലാം പിന്നെ ലോവർ ലെവലിലായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ചിന്തകളിൽ വലുതായിട്ടും ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യാനുള്ള ഈ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളർന്ന് ഉയർന്നു വരണം. ഉയർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിന്നെ അതിന്റെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തുകയും ആ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് സബലീകരിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചോളൂ ഈ ഒരു പോയിന്റ്. ഇത് തന്നെയാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ സാധാരണ ആ ഒരു പോയിന്റ് നിങ്ങൾ ആ പുസ്തകത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. നമ്മളൊരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമോഷൻസിനെ അല്ലെങ്കിൽ ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ആ ആഗ്രഹം വരുന്നത്. ഇപ്പോൾ ഒരു നല്ലൊരു കാർ വാങ്ങണമെന്ന് മനസ്സിലൊരു ആഗ്രഹം വന്നാൽ ആ കാറ് അത് നമ്മുടെ പിന്നെ സുഖത്തിന് വേണ്ടി മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ ഒരു ആഗ്രഹം കൂടിയാണ്. ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫിലേക്ക് എത്തണമെന്നുള്ളത്. നിങ്ങളുടെ ലൈഫിലെ ഏതൊരു ആഗ്രഹം അത് തന്നെയാണ് പിന്നെ വരുന്നത്. ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ്, ബെസ്റ്റ് ലൈഫിന് വേണ്ടി അത് എപ്പോഴും നമ്മൾ ബെസ്റ്റായി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അല്ലാതെ നാട്ടുകാരെന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ബെസ്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് നമ്മൾ ലോവർ ലെവൽ ജീവിക്കാം. നോബഡി ക്യാൻ ഹെൽപ്പ്. അവിടെ ആർക്കും ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് വേണം അവിടുത്തെ നിങ്ങളുടെ ചിന്തകളാണ് ഫ്രീ വില്ലിനകത്ത് ടച്ച് ചെയ്യില്ല. ഫ്രീ വില്ല്, മനുഷ്യന്റെ ഫ്രീ വില്ലെന്ന് പറയും. മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു കഴിവിൽ അത് ടച്ച് ചെയ്യില്ല. അവിടെ ഒന്നും ചെയ്യാം. നിങ്ങളിപ്പോ അങ്ങനെ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോ അത്തരം തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ഏറ്റവും ഉയർന്ന ലെവലിൽ ജീവിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച ലൈഫ് പ്ലാൻ ചെയ്യുക, ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അത് മാത്രമാണ് ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. തൽക്കാലം നമുക്ക് ഈ ഒരു 3 പോയിന്റ് കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ ബാക്കി കാണാം. അതുപോലെ നമ്മുടെ ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ കോഴ്സിന്റെ കാര്യം നോക്കട്ടെ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വീക്ഷിക്കുന്ന സുഹൃത്തുക്കളായാലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഈ ഒരു ഫ്രീ സെഷൻസ് ഡെയിലി മോട്ടിവേഷൻസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അതുതന്നെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ
ഈ ഒരു സ്പിരിച്വൽ ഹയർ കോൺഷ്യസ്നെസ് വേണ്ടിയുള്ള കൃത്യമായ ഗൈഡൻസ് നൽകുന്ന ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്, കോഴ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ഈ വോർട്ടെക്സിന്റെ ലെവൽ 2 നമ്മൾ ഏപ്രിൽ 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വോർട്ടെക്സ് ലെവൽ 2 പങ്കെടുത്തവർക്കറിയാം, ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഗൈഡൻസ് അത് ഇന്ററാക്റ്റീവ് സെഷൻസിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു വർത്ത് തന്നെയായിരിക്കും. നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് വലിയൊരു ആണെന്നുള്ള കാര്യം, വലിയൊരു വർത്താണെന്നുള്ള കാര്യം ഇവിടെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഇരിപ്പുണ്ട്, അവർ തന്നെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തും. അതുപോലെ തന്നെ ഏപ്രിൽ 7 നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള 12 മുതൽ 19 വയസ്സ് വരെയുള്ള ടീനേജേഴ്സ് വേണ്ടി ഉള്ള ഒരു നമ്മൾ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഈ ഒരു വിഷയങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പ്, 3 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അതിലേക്ക് കൂടി നിങ്ങൾ കുട്ടികളെ എത്തിക്കുക. പരമാവധി നല്ലൊരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ്? എന്താണ്, ആരാണ് ചോദിച്ചത്? പ്രദീപ് എന്നാണ് മ്യൂട്ട് ചെയ്തു. ക്വസ്റ്റ്യൻ ഇല്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. ഹലോ. പറഞ്ഞോളൂ. സാറേ, സാറൊരു അഡിക്ഷൻസിനെ പറ്റിയൊരു ക്ലാസ് ചെയ്യാൻ പറ്റില്ലേ സാർക്ക്? അഡിക്ഷൻസ് അതിന് മാത്രമായിട്ടില്ല, കുട്ടികൾക്ക് വേണ്ടിയാണോ ജനറലി എല്ലാവർക്കും വേണ്ടിയാണോ പ്രദീപ്? അത് എങ്ങനെയാണെങ്കിലും ഞാൻ നോക്കട്ടെ, പ്ലാൻ ചെയ്യാൻ കേട്ടോ. ഞാൻ അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ പറഞ്ഞല്ലോ പ്രദീപ്, നമ്മള് ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാല് ഒരിക്കലും പിന്നെ അഡിക്ഷൻ ആവില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചല്ലോ, നമ്മുടെ ശരീരത്തിന് മനസ്സിന്റെയും ആരോഗ്യം സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ ശക്തി, യഥാർത്ഥ ബോധതലം ഉയർത്താൻ ഏറ്റവും എളുപ്പം മാർഗം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചല്ലോ. ഇപ്പൊ പുകവലിയോ മദ്യപാനോ ഒക്കെ ഒരു അഡിക്ഷൻ ആയിട്ടുള്ള ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ അവരുടെ ആത്മീയത എത്രത്തോളം, അവർ ഈ ഒരു ശീലം കൊണ്ടുപോയാൽ അവരുടെ ആത്മീയതയിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കില്ലേ? അപ്പോ അതാണ്. അപ്പൊ നമ്മള് ഈ ഒരു, അല്ലാതെ നമ്മൾ അഡിക്ഷന് വേണ്ടി മാത്രമാകുമ്പോഴേ ഈ സബ്ജക്ട് തന്നെയാണ് അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ലൈഫ്, എന്റെ മനസ്സിലൂടെ എപ്പോഴും കടന്നു പോകുന്ന ഒരു പോയിന്റ്, നമ്മുടെ ലൈഫ് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ വൈബ് ഉയരുന്നു, വൈബ് താഴുന്നു. ഈ രണ്ടിന്റെ ബേസിലാണ് നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്. വൈബ് ഉയരുമ്പോ ബോധതലം ഉയരും, മനുഷ്യൻ രക്ഷപ്പെടും. വൈബ് താഴുമ്പോൾ ബോധതലം താഴും, മനുഷ്യന്റെ ചിന്താഗതി മുഴുവൻ മാറും. നിങ്ങളിപ്പോ ബോധതലം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും നിങ്ങളെ ചിന്തകളെയും നിങ്ങളുടെ സംസാരത്തെയും നിങ്ങളെ സ്വഭാവത്തെ എല്ലാം നിങ്ങൾ പ്രൊട്ടക്റ്റ് സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വൈബ് താഴ്ന്നു പോകും. എൻലൈറ്റ്മെന്റിൽ എത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ അയാളുടെ വൈബ് താഴാത്ത രീതിയിൽ സംരക്ഷണമുള്ളൂ. പരിപൂർണമായ എൻലൈറ്റ്മെന്റിൽ എത്തിയ ഒരു വ്യക്തി, 1000 എന്ന് പറയും നമ്മളെ ദിമാഗ് കോൺഷ്യസിന്, അതായത് അതിനും താഴോട്ടുള്ള ഏതൊരു വ്യക്തിയായാലും ഒന്നും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് പോകും. അപ്പൊ നമ്മളെ കാര്യമെല്ലാം നമ്മൾ അറിഞ്ഞൂടെ? അപ്പൊ നമ്മുടെ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളായാലും നമ്മളെ സൂക്ഷ്മമായിട്ട് ജീവിക്കണം. നമ്മളെ ചിന്തകൾ എങ്ങനെ പോകുന്നു, നമ്മളെ സംസാരം, മറ്റുള്ളവരുടെ ഇടപെടലുകൾ എങ്ങനെ പോകുന്നു, അവർക്ക് നമ്മൾ അനാവശ്യമായ വേദനകൾ കൊടുക്കുന്നുണ്ടോ, മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ, അപരിചിതരായ വ്യക്തികളോടുകൂടി മാന്യമായിട്ട് പെരുമാറണം. നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണം, കഴിവിന്റെ പരമാവധി. ഒരു നാവ് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു രീതിയിലും ഒരു മനുഷ്യനെ ദ്രോഹിക്കരുത്. നമുക്ക് നമ്മുടെ വൈബ് താഴ്ന്നു പോകും. നമുക്ക് അത് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. താൽക്കാലികമായ ചില ഈഗോ വിജയങ്ങൾ കിട്ടുമായിരിക്കും, വൈബ് താഴ്ന്നു. വൈബ് താഴ്ന്നായാൽ പിന്നെ തുറന്നു വരുന്ന ലൈഫിനകത്ത് ആ താഴ്ന്ന ബോധതലത്തിനനുസരിച്ചാണ് പിന്നെ സെറ്റപ്പ് ചെയ്യപ്പെടുന്നത്. ആ രീതിയിലാണ്. അപ്പൊ വൈബ് ഉയരുന്നു, വൈബ് താഴുന്നു. ഈ രീതിയിലാണ് നമ്മൾ ലൈഫിനെ മനസ്സിലാക്കുക. നമ്മൾ വൈബ് ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം, എന്റെ ലൈഫ് വൈബ് ഉയർന്നാൽ മാത്രമേ എന്റെ ലൈഫ് ഉയരുകയുള്ളൂ എന്നുള്ളത്. അപ്പം അയാളുടെ വൈബ് താഴാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം അയാൾ ഉപേക്ഷിക്കും. അങ്ങനെ വരുമ്പോ ഈ അഡിക്ഷൻസിൽ നിന്നെല്ലാം അയാൾ മാറും.
അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പോയിന്റിലേക്കാണ് കുട്ടികളെ ആയാലും മുതിർന്നവരായാലും എല്ലാം എത്തിക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകുന്ന വോട്ടക്സ് പ്രാക്ടീസുകൾ ജീവിതത്തിന് എല്ലാ മേഖലയും. താങ്ക് യു റാണി, താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ വോട്ടക്സ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പലർക്കും അറിയില്ല. വോട്ടക്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സും അവന്റെ ആഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ പോയിന്റ് ആയിട്ടാണ് സത്യത്തിൽ വോട്ടക്സ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. അതൊരു സ്പിരിച്വൽ കണക്ഷൻ പോയിന്റ് എന്നാണ്. ആ ഒരു കണക്ഷൻ പോയിന്റിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുകയാണ് ഈ പ്രാക്ടീസുകളിലൂടെയും ഇതിന്റെ അറിവുകളിലൂടെയും കൃത്യമായ ഗൈഡൻസിലൂടെയും. അതാണ് ആ ഒരു വാക്ക്. അബ്രഹാമിക്സിന്റെ ഒരു ടേമാണ് വോട്ടക്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ കോഴ്സുകൾക്ക് ഞാൻ അവർ എടുത്തതാണ്. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും താങ്ക് യു സാർ. താങ്ക് യു പ്രദീപ്, താങ്ക് യു സോ മച്ച്. അപ്പം മറ്റു ക്വസ്റ്റ്യൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? Thank you, sir. Thank you so much. താങ്ക് യു സർ. Thank you so much. Thank you. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ. Thank you, sir.